1 യോഹന്നാൻ 5:11-12 ഇപ്രകാരം പറയുന്നു: ദൈവം നമുക്ക് നിത്യജീവനേകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കുന്നവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പിതാവ് നമുക്ക് നൽകിയ ജീവൻ ആരുടെ കരങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പുത്രന്റെ കയ്യിൽ. വചനത്തിൽ പറയുന്നു, ദൈവം നമുക്ക് നിത്യജീവനേകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കുന്നവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ജീവൻ നൽകിയ പിതാവായ ദൈവം നമ്മുടെ രക്ഷകനായി തന്ന അവിടുത്തെ പ്രിയപുത്രനായ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ നിത്യജീവനിൽ അവകാശികളായി മാറുവാൻ നമുക്ക് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 33:8 പറയുന്നു, എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധീകരിക്കും. എനിക്കെതിരായി അവർ ചെയ്ത അകൃത്യങ്ങളിൽ നിന്നും ഞാൻ അവരെ മോചിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നാം ചെയ്ത സകല അകൃത്യങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇതാ നമുക്ക് മുമ്പേ ഒരു വചനം കാണുന്നില്ല, വായിക്കുന്നുണ്ടോ? വചനം പടത്തി കാണുന്നുണ്ടോ? കണ്ടോ? ഭയപ്പെടേണ്ട. ഇത് എല്ലാ ദിവസവും ഈശോ നമുക്ക് തരുന്നതാണ്. കാരണം എന്തറിയോ? നമ്മൾ പേടിക്കുന്ന മക്കളായതുകൊണ്ടാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തെ കണ്ട് നമ്മൾ ഭയപ്പെടുകയാണ്. ലോകത്തിന്റെ കാര്യങ്ങൾ നമ്മളെ വന്ന് പിടികൂടുമ്പോൾ നമുക്ക് ഭയം കടന്നു വരും. അപ്പോഴെന്താ? ഇതിലേക്ക് അതിജീവിച്ച കർത്താവായ ഈശോ പറയുന്നത് ഭയപ്പെടേണ്ട. കർത്താവ് ഇതെല്ലാം അതിജീവിച്ച ദൈവമാണ്. എല്ലാത്തിനും അതിജീവിച്ച് വിജയം വരിച്ച ദൈവമാണ്. ആ കർത്താവാണ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും, എന്ത് കഷ്ടത വന്നാലും, തകർച്ച വന്നാലും, രോഗം വന്നാലും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഈ വിശ്വാസം നമുക്ക് ആരാ തരുന്നത്? പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസവരം നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവ് തന്റെ കൃപാവരത്തിൽ നിന്നും വിശ്വാസവരം നമ്മളിലേക്ക് നിറയ്ക്കുന്നു. ആ വിശ്വാസവരത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവാത്മാവാണ്. അപ്പൊ നമ്മളെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആവശ്യം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ നിത്യ സഹായകനാണ്. ഈ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഈ ലോക ജീവിതത്തെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, വന്ദേ ചൊല്ലുന്നു, പള്ളിയിൽ പോകുന്ന എല്ലാം ചെയ്യുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ സഹനം വരുമ്പോൾ തളർന്നു പോകുന്നു. കാരണം എന്താ? ഈ സഹനത്തെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകണം. റോമ 8:15 പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് പുത്രസ്വീകാര്യമായ ദൈവത്തിന്റെ ആത്മാവിനെയാണ്. നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് ആത്മധൈര്യത്തോടു കൂടി നയിക്കുന്ന ആത്മാവിനെയാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. ഈ ലോകത്തിൽ അവർക്ക് എന്തിന്റെ കുറവുണ്ടായിരുന്നു? അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കുരിശെടുത്തു. കർത്താവ് എടുത്ത കുരിശ് അവരെടുത്തു. അവരുടെ ജീവിതത്തിൽ എന്താ വന്നത്? സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? വേദനയും കഷ്ടതയും ദുരിതവും കാരാഗ്രഹവും എല്ലാത്തിനും അവർ അടിമപ്പെട്ടു. എന്നാൽ അവർ ദുഃഖിച്ചോ? ദുഃഖിച്ചില്ല. അവർ സന്തോഷത്തോടെ കർത്താവിന്റെ നാമം
മുമ്പോട്ട് പോയി. കാരണം എന്താ? ആരാ നയിച്ചത്? പരിശുദ്ധാത്മാവ്.